ഹലോ ഹായ്. ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കൻ, പിന്നെ 1 കിലോ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ തക്കാളി 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് എടുക്കാം, പക്ഷേ തക്കാളി അധികം ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, നമുക്ക് എങ്ങനെ വേണോ ചിക്കൻ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടമാണ് ചിക്കൻ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും അരപ്പ് പിടിക്കത്തുള്ളൂ. ഇതിനിടയ്ക്ക് നമുക്ക് രമ്പ ഇലയില്ലേ, ബിരിയാണിക്കൊക്കെ ഇടുന്ന നല്ല മണമൊക്കെ ഉള്ള ഇലയാണ്, അതുകൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. 1 മതിയാവും. നമുക്ക് ചട്ടിയാണ്, ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ച് സവാള നല്ലപോലെ വഴറ്റുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് വേണം നല്ലപോലെ വഴറ്റാനായിട്ട്. സവാള നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അത് ആഡ് ചെയ്യുക. നല്ലപോലെ വഴറ്റി കൊടുക്കുക. നല്ല ബ്രൗൺ കളറായി വരണം, അതുവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഗരം മസാലയാണ് ഇത്തിരി ആഡ് ചെയ്യുന്നത്, അതുകൂടെ ഇട്ട് നല്ലപോലെ വഴറ്റുക. 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉപ്പാണ്. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലക്കൂട്ടെല്ലാം കൂടെ എടുത്ത് ഒരു മിക്സിയിൽ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ അരപ്പും എടുക്കുന്നുണ്ട് കേട്ടോ, പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചു, കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നല്ലപോലെ കടുക് വറുത്ത് വരുന്നുണ്ട്. ഈ ചിക്കൻ അപ്പോഴേക്ക് അരപ്പ് ഒക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഈ ചിക്കൻ എടുത്തിട്ടുമാണ്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അരപ്പ് ഇതിലോട്ട് ചേർക്കാം. കണ്ടില്ലേ, ജസ്റ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി 1 കപ്പ് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ അരപ്പിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. അടപ്പൊക്കെ വെച്ച് വേവിച്ചായിരുന്നു കേട്ടോ, കാണിച്ചപ്പോൾ അത് മാറ്റിയതാണ്. അപ്പോഴേക്കും നമ്മുടെ രമ്പ ഇല ആഡ് ചെയ്യുകയാണ്, എടുത്തിട്ട് കൊടുക്കുവാണ്. നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇല ആഡ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമുക്ക് നല്ല രുചിയും കിട്ടും. ഈ ഇല ആഡ് ചെയ്താൽ 1 മതിയാവും, ഒരുപാടൊന്നും വേണ്ട. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.